അച്ഛന്റെ ആത്മഹത്യയെ കാരണം രാഷ്ട്രീയ കാരണങ്ങളാണെന്ന് വയനാട്ടിൽ ആത്മഹത്യ ചെയ്ത DCC ട്രഷറർ NM വിജയന്റെ മകൻ ന്യൂസ് 18നോട്. പാർട്ടി വഴി ഉണ്ടായ സാമ്പത്തിക ബാധ്യതയാണ് മരണത്തിലേക്ക് നയിച്ചത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞ കാര്യങ്ങൾ തള്ളിയാണ് മകന്റെ പ്രതികരണം. താങ്കൾ നേരിട്ട് ഐ സി ബാലകൃഷ്ണനെ കാണാൻ ശ്രമിച്ചോ? പറഞ്ഞോ? പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവര് ഈ പറഞ്ഞെന്താ ഞാൻ എന്നെ കണ്ടിട്ടില്ല എന്നല്ല പറഞ്ഞത്. ഞാൻ കണ്ട കാര്യം എനിക്ക് പറയാൻ പറ്റുള്ളൂ, ചെയ്ത കാര്യം ഞാൻ ചെയ്തു എന്ന് പറയുന്നുള്ളൂ. അവര് ഏത് രീതിയിൽ എടുക്കുന്ന പോലും എനിക്കറിയില്ല. അത് ആ രീതിയിൽ തന്നെ പോട്ടെ. അവർ പറയുന്നത് ഇപ്പം ഞാൻ BJP CPM കൂടെ നിന്ന് കളിക്കുക, അങ്ങനെ കളിക്കുകയാണെങ്കിൽ ഞാൻ ഇവരുടെ അടുത്ത് പോകേണ്ട ആവശ്യം എനിക്ക് തീരെയില്ല. അവരുടെ അടുത്ത് പോയാൽ മതി. അവരുടെ അടുത്ത് പോയിരുന്നെങ്കിൽ ഇപ്പം ഞാൻ ഇങ്ങനെ പോയി ഇതാക്കേണ്ട ആവശ്യം എനിക്കില്ലായിരുന്നു. അല്ല, അങ്ങനെ അദ്ദേഹം അങ്ങനെ തന്നെ നിങ്ങളോട് സംസാരിച്ചിരുന്നു? അല്ല, താങ്കൾ VD സതീശനോട് അങ്ങനെ പറഞ്ഞിരുന്നോ? പറഞ്ഞിട്ടില്ല. CPM-മാരും BJP-കാരും ഒക്കെ എൻ്റെ അടുത്ത് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല? ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല, പിന്നെ എന്തിനായിരിക്കും അദ്ദേഹം അങ്ങനൊരു? നമ്മളടക്കമുള്ളവർ വരുമ്പോഴും താങ്കൾ പറഞ്ഞത് പാർട്ടിയുമായിട്ട് ഇതുണ്ട്, ഞങ്ങൾ സംസാരിച്ചിട്ട് പതിയെ അല്ലേ, നമ്മൾ പലവട്ടം സംസാരിച്ചറിയുന്നു. അപ്പോഴും താങ്കൾ പറഞ്ഞത് പരമാവധി കാത്തിരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചല്ലേ? അങ്ങനെയായിട്ട് ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിപ്പം അവിടെ പോകേണ്ട ആവശ്യമില്ല. എനിക്ക് നേരിട്ട് ഇവരുമായിട്ട് അവർ പറഞ്ഞ ഡീലങ്ങ് നടത്തിയാൽ മതി. ഞാൻ ആ ഡീല് നടത്താനല്ലല്ലോ എൻ്റെ അച്ഛൻ കത്തെഴുതി വെച്ചിട്ട് പാർട്ടിയെ ഇതാക്കരുതെന്ന് പറഞ്ഞ് ഇവരെ എടുത്തു പോയത്. ഇന്നിപ്പോൾ ഒരു ഉപസമിതി വരുന്നുണ്ട്, അതിൽ പ്രതീക്ഷ ഇങ്ങോട്ട് വരും എന്ന് അറിയിച്ചിട്ടുണ്ട്? എന്നോട് പറഞ്ഞിട്ടില്ല, വരുന്നുണ്ടെന്ന് ഞാനിങ്ങനെ കേട്ടു. അല്ല, വീട്ടിലറിയിച്ചിട്ടില്ല വരുന്നുണ്ട്? സംഭവത്തിൽ KPCC നിയോഗിച്ച ഉപസമിതി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിഷയത്തിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് LDF-ന്റെ തീരുമാനം. MS സനീഷ് കുമാർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. മനീഷ, ഇപ്പോൾ ഈ KPCCയുടെ ഉപസമിതിക്ക് പല ലക്ഷ്യങ്ങളുണ്ട്. കാരണം ഈ വിവാദം അത് LDF UDF-ന് പ്രത്യേകിച്ച് കോൺഗ്രസിന് വലിയ തോതിലുള്ള രാഷ്ട്രീയമായ തിരിച്ചടിയാണ്. കാരണം നമുക്കറിയാം, സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ CPM-നെതിരെ ഇത്തരം സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളിൽ പോരാട്ടം നടത്തുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അവരുടെ പ്രധാനപ്പെട്ട ശക്തിയുള്ള ജില്ലയായ അവരുടെ ദേശീയ നേതാവ് MP ആയ സ്ഥലത്ത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുക എന്നുള്ളത് സഹിക്കാതിനപ്പുറമാണ്. അതും കോൺഗ്രസ് നേതാക്കളുടെ പേരെഴുതി കൂടിയാണ് ഈ ആത്മഹത്യാക്കുറിപ്പൊക്കെ പുറത്തു വന്നിരിക്കുന്നത്. എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ വിവാദം തണുപ്പിക്കുക എന്ന ലക്ഷ്യം കൂടി മുൻനിർത്തിയാണോ, അല്ലെങ്കിൽ ഈ കുടുംബാംഗങ്ങളെ അനുനയിപ്പിക്കുക എന്ന ലക്ഷ്യം കൂടി മുൻനിർത്തിയാണോ സംഘത്തിന്റെ സന്ദർശനം? തീർച്ചയായും അങ്ങനെ തന്നെ കരുതേണ്ടി വരും. കാരണം രണ്ട് വിഷയങ്ങളാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കിടയിൽ കേരളത്തിൽ ഏറ്റവും സജീവമായി UDF പ്രചാരണത്തിന് ഉപയോഗിച്ചത്. ഒന്ന് കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട തട്ടിപ്പാണ്. മറ്റൊന്ന് ഈ കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യ. ഇതിൽ CPM നേതാവിന് പങ്കുണ്ട് എന്നതായിരുന്നു അവർ ആരോപിച്ചത്. ഇതേ തുടർന്ന് അവർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയും കേസെടുക്കുകയും ജയിലിൽ കിടക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കാണുകയും ചെയ്തു. ഇത്തരത്തിൽ രണ്ട് കാര്യങ്ങളും ഒരുപോലെ വരുന്ന കേസാണ് ഇപ്പോൾ ഈ വയനാട്ടിൽ വന്നിരിക്കുന്നത്. ഒന്ന്, അദ്ദേഹം നടത്തിയ അല്ലെങ്കിൽ അദ്ദേഹവും നേതാക്കളും നടത്തിയ സഹകരണ ബാങ്കിലെ നിയമനവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ്, അതിലൂടെ ഉണ്ടായിരിക്കുന്ന വലിയ സാമ്പത്തിക ബാധ്യതകൾ. മറുവശത്ത് ഈ കോൺഗ്രസ് നേതാക്കളുടെ അടക്കം പേരെഴുതി നടത്തിയിരിക്കുന്ന ആത്മഹത്യ. അത് ഒരു മരണമല്ല, രണ്ട് മരണങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. NM വിജയനും അദ്ദേഹത്തിന്റെ മകനും ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. അതുകൊണ്ട് അങ്ങേയറ്റം പാർട്ടിയെ പ്രതിരോധത്തിലേക്ക് നീക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വളരെ തിടുക്കപ്പെട്ട് തന്നെ ഒരു അന്വേഷണ സമിതിയെ നിയോഗിക്കുകയും ആ സമിതി വേഗത്തിൽ ജില്ലയിലെത്തി കാര്യങ്ങൾ ആരാഞ്ഞ് അനുബന്ധ നടപടികൾ കൈക്കൊള്ളാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. അല്പസമയം മുമ്പ് ഈ NM വിജയന്റെ മകനോട് നമ്മൾ സംസാരിച്ചപ്പോൾ ഇത്തരത്തിൽ ഉപസമിതി ഒന്നും തങ്ങളുടെ വീട്ടിലെത്തുന്നതായി അറിയിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അല്ലെങ്കിൽ ഇത്തരം എന്തെങ്കിലും അന്വേഷണം നടക്കുന്നു എന്ന വിവരം കുടുംബത്തിലില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. പക്ഷേ വീട്ടിലേക്ക് വരികയാണെങ്കിൽ സ്വാഭാവികമായി സംസാരിക്കാനുള്ള അവസരം ഉണ്ടാവും, അവരോട് ആശയവിനിമയം നടത്തുമെന്നും അവർ പറയുന്നു. കാരണം ഈ NM വിജയൻ കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നതനായ നേതാവായിരുന്നു ഈ വയനാട് ജില്ലയിൽ. പക്ഷെ അദ്ദേഹം മരിച്ച ശേഷം ഈ പ്രാദേശിക നേതാക്കൾക്ക് അപ്പുറം ഒരു സംസ്ഥാന നേതാവ് പോലും ആ വീട്ടിലേക്ക് എത്തുകയോ ആ കുടുംബത്തെ ഒന്ന് ആശ്വസിപ്പിക്കുകയോ ചെയ്തില്ല. മറുവശത്ത് VD സതീശനെ പോലുള്ള ആളുകളെ മരണക്കുറിപ്പുമായി ആത്മഹത്യാക്കുറിപ്പുമായി കണ്ടപ്പോൾ പോലും ഒരു അനുകൂലമായ സമീപനം അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. ഈ കത്ത് നൽകിയ ശേഷം തങ്ങളെ കൂടി അപഹസിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം പ്രചരണമാണ് ഉണ്ടായത്. പ്രത്യേകിച്ചും ഈ BJP-കാരും CPM-മാരും ഒക്കെ തങ്ങളെ സമീപിക്കുന്നു, അതുകൊണ്ട് തങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നൊക്കെ പറഞ്ഞു എന്ന് VD സതീശൻ പറയുമ്പോൾ അത്തരമൊരു വാക്കുപോലും താൻ പറഞ്ഞില്ല എന്നാണ് മകൻ പറയുകയും ചെയ്യുന്നത്. അതുകൊണ്ട് പൂർണ്ണമായിട്ടും ഒരു നീതി ലഭിക്കുമെന്ന പ്രതീക്ഷ കുടുംബത്തിലില്ല. പക്ഷേ കോൺഗ്രസിന് ഈ പ്രശ്നം
എത്രയും വേഗം അവസാനിപ്പിക്കേണ്ടതുണ്ട്. അവസാനിപ്പിച്ചില്ലെങ്കിൽ വലിയ നാണക്കേടായി മാറും. പ്രത്യേകിച്ചും ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഈ മേഖലകളിൽ വലിയൊരു തിരിച്ചടിക്ക് ഇത് കാരണമാവും എന്നൊരു കണക്കുകൂട്ടൽ കോൺഗ്രസ് ഉണ്ട്. അതുകൊണ്ട് ഈ സമിതി തീർച്ചയായും ഈ പ്രശ്നങ്ങൾ ഒത്തുതീർക്കുന്നതിന് വേണ്ടിയുള്ള സമിതിയാണെന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും. 2019 സമാനമായി തന്നെ ഈ ബാങ്ക് നിയമനവുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ ഈ വയനാട് ജില്ലയിൽ വലിയ ചർച്ചയായിരുന്നപ്പോൾ അന്നും ഒരു ഉപസമിതി വരികയും IC ബാലകൃഷ്ണൻ MLA ഒരു ക്ലീൻ ചിറ്റ് നൽകുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ വിജയന്റെ ഈ ആത്മഹത്യാ കുറിപ്പിൽ കൃത്യമായി തന്നെ പേരുകൾ പറയുമ്പോൾ കുടുംബം ആവർത്തിച്ച് IC ബാലകൃഷ്ണന്റെ പേര് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാതിരിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ്. ഇനി നിയമ നടപടികൾ ഓരോ വശത്തായി പുരോഗമിച്ചുകൊണ്ടിരിക്കും. ഈ IC ബാലകൃഷ്ണനെയും ND അപ്പച്ചനടക്കമുള്ളവരെയും ചോദ്യം ചെയ്യുന്നതിനും വേണ്ടി വന്നാൽ കസ്റ്റഡിയിൽ എടുക്കുന്നതിനൊക്കെ ഉള്ള ഒരു നീക്കം സർക്കാരിന്റെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും എന്നുറപ്പാണ്. എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ വരും ദിനങ്ങളിൽ വയനാട്ടിലെ രാഷ്ട്രീയത്തെ അങ്ങേയറ്റം കരുഷിതമാക്കി മാറ്റും. തുടരുക അനീഷ. ഇപ്പോൾ മുൻ KPCC അധ്യക്ഷൻ രമേശ് ചെന്നിത്തല, കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ ഇങ്ങനെയാണ്. അതായത് ആരോപണ വിധേയനായ IC ബാലകൃഷ്ണന്റെ രാജി ആവശ്യം പൂർണ്ണമായും അദ്ദേഹം തള്ളുകയാണ്. സംഭവം പാർട്ടി അന്വേഷിക്കുന്നുണ്ട്, അതിനുശേഷം തീരുമാനിക്കാമെന്നും ചെന്നിത്തല പറഞ്ഞു. MV ഗോവിന്ദൻ രാജിവെക്കണമെന്ന് പറഞ്ഞാൽ ആരവിടെ രാജിവെക്കാൻ? അത് രാഷ്ട്രീയ പ്രേരിതമാണ്. അത് നമുക്ക് യോജിക്കാൻ കഴിയില്ല. ഒരു അന്വേഷണം നടത്തി വസ്തുതകൾ പഠിക്കാനും മനസ്സിലാക്കാനുമാണ് മുതിർന്ന നേതാക്കൾ അടക്കമുള്ള ആളുകളെ അങ്ങോട്ട് പാർട്ടി KPCC പ്രസിഡന്റ് നിയോഗിച്ചു. ആ കുടുംബം ഉന്നയിച്ച കാര്യങ്ങളിനകത്ത് എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന് പരിശോധിക്കേണ്ട പാർട്ടിയുടെ ആവശ്യമാണ്. MS സനീഷ് കുമാർ തുടരുന്നുണ്ട്. അനീഷ്, ഈ കുടുംബാംഗങ്ങൾ അവരുടെ അതൃപ്തി രേഖപ്പെടുത്തി കഴിഞ്ഞു. രാവിലെ സംസാരിച്ച മകനൊക്കെ കൃത്യമായും പാർട്ടി കാരണമാണ് ഇങ്ങനൊരു സംഭവം നടന്നത്. അത് ബോധ്യപ്പെടുത്താൻ തന്നെ ആയിരിക്കുമോ ശ്രമിക്കുക? ഏതെങ്കിലും തരത്തിൽ ഈ പാർട്ടിയുമായി ഒരു അനുനയത്തിന് കുടുംബം തയ്യാറാകുമോ? അതോ പാർട്ടി ബാധ്യത മുഴുവൻ ഇനിയെങ്കിലും ഏറ്റെടുക്കണമെന്നും അത് പരിഹരിക്കണമെന്നും ഒക്കെയുള്ള ആവശ്യം ശക്തമായി തന്നെ ഉന്നയിക്കാൻ ഒരുങ്ങുകയാണോ അവർ? പക്ഷേ നിലവിൽ ആ സ്ഥിതി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടിയിരുന്നത്. കാരണം ഈ കത്തുമായി 10 ദിവസം കോൺഗ്രസ് നേതാക്കളെ കാണുകയായിരുന്നു ഈ കുടുംബം ചെയ്തത്. പ്രത്യേകിച്ചും KPCC അധ്യക്ഷനെയും VD സതീശൻ പ്രതിപക്ഷ നേതാവിനും ഒക്കെ. പക്ഷേ അപ്പോഴും അവർക്ക് കത്തിൽ വ്യക്തതയില്ല. ഈ വിജയൻ സ്വയം വരുത്തിവെച്ച ബാധ്യതകളാണ്. ആ ബാധ്യതകൾ തീർക്കേണ്ട ബാധ്യത പാർട്ടിക്കില്ല. അല്ലെങ്കിൽ ഇത്തരമൊരു കോഴ ആരോപണത്തിലേക്ക് പാർട്ടിയെ തള്ളിവിടേണ്ടതില്ല എന്നൊരു നിലപാടാണ് അവർ സ്വീകരിച്ചത്. കാരണം ഈ കുടുംബത്തോട് സാമ്പത്തിക ബാധ്യതകൾ ഏറ്റെടുത്ത് പാർട്ടി ഇത് വീട്ടിക്കൊള്ളാം എന്ന് പറയുമ്പോൾ അതിൽ ഈ കോഴയുടെ പങ്ക് പാർട്ടി കൈപ്പറ്റി എന്നൊരു ഒരു അവ്യക്തമായ സന്ദേശം കൂടി അതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് അത്തരമൊരു ബാധ്യതകൾ ഏറ്റെടുക്കുന്ന തരത്തിലേക്കുള്ള ഒരു ധാരണ വേണ്ട എന്ന നിലപാടിൽ തന്നെയാണ് പാർട്ടി എത്തിയതെന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും TC ദിക്കിനെ പോലുള്ള ND അപ്പച്ചനെ പോലുള്ള നേതാക്കളൊക്കെ ആരോപിക്കുന്നത് വ്യക്തിപരമായ പ്രശ്നങ്ങളാണ് ഇദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് നയിച്ചത്. അതുകൊണ്ട് ആ വ്യക്തിപരമായ ബാധ്യതകൾ ഒരു പാർട്ടി എന്ന നിലയിൽ പാർട്ടിക്ക് എങ്ങനെ ഏറ്റെടുക്കാൻ കഴിയും, പാർട്ടിക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല എന്നൊരു നിലപാട് തന്നെ അവർ സ്വീകരിക്കുകയാണ് ചെയ്തത്. നേരത്തെ തന്നെ ഈ മരണത്തിന് തൊട്ടു പിന്നാലെ IC ബാലകൃഷ്ണനെതിരെ ആരോപണം ഉയർന്നിരുന്നു. പ്രത്യേകിച്ചും ഈ IC ബാലകൃഷ്ണന്റെ പേര് വെച്ചൊരു കരാറിൽ ഏർപ്പെട്ടത് അദ്ദേഹം MS സനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്.